ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ ഡേറ്റിംഗ് സിം എന്ന സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ലീ ആണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. അവനിപ്പോൾ ടേയുടെ കൂടെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവനങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേറ്റതും നോക്കിയപ്പോൾ അവിടെ ടേയിനെയൊന്നും കണ്ടില്ല. ആ ഒരു ടൈമിന് ടേ ആണെങ്കിൽ അവിടെ നട്ടു വെച്ചിരുന്ന ചെടികളൊക്കെ നോക്കുകയാണ്. ആ സമയം ടേ അവൻ്റെ അടുത്ത് ഈ ചെടികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഭയങ്കര ഹാപ്പിയാവും, ഭയങ്കര സമാധാനത്തിലിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ്. അതിനുശേഷം ലീ നേരെ ഓഫീസിലേക്ക് ചെല്ലാണ്. അവൻ കുറേ നേരമായിട്ട് ടേ ഓഫീസിലേക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ്. അവൻ ടേയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്തെങ്കിലും അവിടെ ടേ ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ വന്നപ്പോൾ അവിടെയും ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലീ ഫുൾ ടെൻഷനായിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് CEO ആണെങ്കിൽ നമ്മുടെ ഈ ഗെയിം റിലീസ് ആവാൻ 2 ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു മീറ്റിംഗ് വയ്ക്കണം, എല്ലാവരും മീറ്റിംഗ് റൂമിലേക്ക് വരാനായിട്ട് പറയാണ്. ആ സമയം ലീ ആണെങ്കിൽ ടേ ഇതുവരെ എത്തില്ലെന്ന് പറഞ്ഞപ്പോൾ CEO ഇന്ന് ടേ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ലീ ആണെങ്കിൽ ടേക്ക് മെസ്സേജ് അയച്ചിട്ട് നീ എന്താ ഓഫീസിലോട്ട് വരാത്തേന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നീ ഇന്ന് ലീവിലാണോ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മെസ്സേജൊന്നും അയക്കാതെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിന് അവൻ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത് മനസ്സിലായിട്ട് സണ്ണി ഇവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ശേഷം ലീയുടെ അടുത്ത് നീ എപ്പോൾ തൊട്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് പടം വരച്ച് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ലീ ആണെങ്കിൽ അതിനുള്ള കാരണം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്നാൽ അവൻ പറയുന്നില്ല. അതേസമയം CEOയും കൂടെ അവിടെ വന്നിരുന്നിട്ട് എന്തിനാ ഇപ്പോൾ ഈ കാര്യമൊക്കെ ചോദിക്കുന്നത്, നമ്മുടെ പ്രോജക്റ്റ് തീരാറായപ്പോഴാണോ നീ ഈ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ലീ വരച്ചിട്ടുള്ള അവൻ്റെ ഡ്രോയിങ് ബുക്ക് എടുത്ത് CEOയും സണ്ണിയും കൂടെ നോക്കുന്നുണ്ട്. CEO ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുന്ന കണ്ടിട്ട് സണ്ണിയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കില്ലേ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് CEOനെ പറഞ്ഞു വിടാണ്. എന്നിട്ട് സണ്ണി ഈ ഡ്രോയിങ്സ് കണ്ടപ്പോഴേ നീ വരയ്ക്കാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ലീ അവൻ്റെ മനസ്സിൽ ഞാൻ വരയ്ക്കാനുള്ള കാരണക്കാരൻ അവനാണ്, അത് ടേ ആണ് എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് എന്തോ പെട്ടെന്ന് മനസ്സിലാലോചിച്ചിട്ട് ലീ ആണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് അവൻ്റെ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. അവൻ നേരെ ചെന്നത് അവന് വേറൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നായിരുന്നല്ലോ, ആ ഒരു കമ്പനിയിലോട്ടാണ്. ചെന്നോണ്ടേ ഞാൻ ആ ഓഫർ സ്വീകരിക്കുന്നില്ല, അതെനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് ചോദിച്ച ആളാണെങ്കിൽ നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ, നീ ഇതോർത്ത് റിഗ്രറ്റ് ആവരുത്, നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ലീ ആണെങ്കിൽ ഇല്ല ഞാൻ റിഗ്രറ്റ് ആവത്തില്ല, ഈ ഒരു ഡ്രോയിങ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് കാരണം തന്നെ ഒരാളാണ്, അയാളില്ലാതെ ഞാൻ ഒരിടത്ത് എത്തിപ്പെടത്തില്ല. ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഓൺലൈനിൽ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഈ ഡ്രോയിങ്സ് ആരും തന്നെ കാണണമെന്ന് വിചാരിച്ചല്ല, അയാളല്ലാതെ. അയാളിപ്പോൾ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അയാൾ വേണം, എന്നാലേ എനിക്കെൻ്റെ ഡ്രോയിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അയാളുടെ കൂടെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് അവൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ലീ ആണെങ്കിൽ ടേയിനെ കോൾ ചെയ്തിട്ട് നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ടൈമിന് ടേ ആണെങ്കിൽ നമ്മുടെ ലീയുടെ പുറകെ വന്ന് നിന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയാണ്. ആ സമയം ലീ ആണെങ്കിൽ നിന്നെ ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഫോണൊന്നും എടുത്തില്ലല്ലോ, നീ ഇത് എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ബിസിനസ് ട്രിപ്പിന് രാവിലെ പോയതാ, CEO നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ലീ CEO എൻ്റെ അടുത്ത് ഇന്ന് നീ വരത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ നീ എവിടെയാണ് പോയെന്ന് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ടേ ആണെങ്കിൽ അതൊരു പക്ഷേ പറയാത്തത് ഇതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലീയുടെ അടുത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ലീ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, അയ്യോ ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് ടേയിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്ത ശേഷം നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയാണ്. അങ്ങനെ ടേ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് ചാടിത്തുള്ളി പോവുകയാണ്. പോകുന്ന ടൈമിന് ടേ ആണെങ്കിൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ലീ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടേ അന്ന് രാത്രി അവൻ്റെ വീട്ടിൽ ഇരിക്കുന്നതാണ്. ലീ എന്ന് അവൻ്റെ കൂടെ ആയിരുന്നില്ല സ്റ്റേ ചെയ്തത്, ആ കമ്പനിയിൽ അവൻ നിൽക്കുന്ന ആ ഒരു റൂമായിരുന്നു. രാത്രി 12 മണി ആവാനായിട്ട് 2 മിനിറ്റും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ടേയുടെ ബർത്ത്ഡേ ആവും. ആ സമയം ടേ ആണെങ്കിൽ ലീനെ കോൾ ചെയ്തിട്ട് എൻ്റെ ബർത്ത്ഡേ ആവാനായിട്ട് 2 മിനിറ്റും കൂടെ ടൈമുള്ളൂ, എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ലീ ആണെങ്കിൽ ഫോണിൽ കൂടെ ബർത്ത്ഡേ ആയില്ലല്ലോ, ആവട്ടെ അപ്പം തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേ അവിടെ ഇരുന്ന് കൗണ്ട് ഡൗൺ എണ്ണാണ്. അങ്ങനെ 12 മണി ആയതും ലീ ആണെങ്കിൽ നീ കയറി ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ ഡ്രോയിങ്സും സ്റ്റോറീസും ഇടുന്ന ആ ഒരു ബ്ലോഗിലേക്ക് കയറ്, അതിൽ കയറുമ്പോഴത്തേക്കും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ആ പോസ്റ്റ് നിനക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, എടുത്ത് നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ ടേ അതെടുത്ത് നോക്കാണ്. നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ലീ എന്ന് ഇട്ടുന്നത് ടേ അവനെ വിട്ട് പോയി. അതായത് ലീ ടേയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ ശേഷം അവൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയിട്ട് അവർ പിന്നീട് മീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പിക്ചേഴ്സായിട്ട് കൊടുത്തിട്ട് സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുകയായിരുന്നു കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ട്. അങ്ങനെ അതെല്ലാം ടേ ഇരുന്ന് വായിക്കുകയാണ്. വായിച്ചപ്പോൾ ടേക്ക് സങ്കടമാകുന്നുണ്ട്. അതായത് ലീ കുറേ പ്രാവശ്യം ടേയിനെ മിസ് ചെയ്തതും അവന് മെസ്സേജ് അയക്കാൻ വിചാരിച്ചതും ലീയുടെ ആൻറ്റി മരിച്ചു പോയതും ലീ അവൻ്റെ ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിൽ അവൻ്റെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിന്
ടേയിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതും അവൻ്റെ പേര് പലയിടത്ത് വെച്ച് കേൾക്കുന്നതും അതെല്ലാം അവനിങ്ങനെ ഈ സ്റ്റോറിയിട്ട് എഴുതിയിട്ടൊക്കെയാണ്. ഇതൊക്കെ വായിച്ചിട്ട് ടേ ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവൻ എപ്പോഴും അവൻ്റെ ബ്ലോഗിൽ ഗെയിം ബോയ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ആയിരുന്നില്ലേ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അതേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് നിൻ്റെ ഈ വെർഷൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാണ്. ഇത് ലീയാണെങ്കിൽ അവൻ്റെ ആ റൂമിൽ ഇരുന്നിട്ട് ഇവർ വന്ന് ഈ മെസ്സേജ് നോക്കുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് നോക്കിയ ശേഷം അവൻ ടേയിനെ കോൾ ചെയ്തിട്ട് നീ ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരുണ്ടരും അവർ മുമ്പ് പഠിച്ച ആ ഒരു സ്കൂളിലേക്ക് ചെല്ലാണ്. അവർ നേരെ സ്കൂളിൽ ചെന്നിട്ട് അവരെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാറുള്ള ആ ഒരു റൂഫ് ടോപ്പിലേക്ക് ചെല്ലാണ്. അങ്ങോട്ടേക്ക് ചെന്ന ശേഷം മുമ്പ് എവിടെ വെച്ചാണോ ലീ ടേയിന് പ്രപ്പോസ് ചെയ്തത് അതേ സ്ഥലത്തേക്ക് ലീ ആണെങ്കിൽ ടേയിനെ കൊണ്ട് നിർത്താണ്. എന്നിട്ട് എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കിതിനെ ഇഷ്ടമാണെന്നോ പറയാണ്. ആ ടൈമിൽ ടേ ആണെങ്കിൽ ഇതിൻ്റെ എൻഡിങ് എന്താണെന്ന് എനിക്കറിയാം, ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് നീ എന്നെ വിട്ടിട്ട് പോയല്ലേ എന്ന് പറയാണ്. ആ ഒരു ടൈമിന് മുമ്പ് അവനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ആ സമയം ടേ ആണെങ്കിൽ അത് കേട്ട് ഷോക്കായതും ലീ ടേനെ കിസ് ചെയ്തതും ആ ഒരു കാര്യമൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം പ്രസൻറ്റിലേക്ക് വന്നിട്ട് ടേയുടെ അടുത്ത് ലീ ആണെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ ടേ ആണെങ്കിൽ എനിക്കിതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കിസ് ചെയ്യാണ്. അതിനുശേഷം ലീ ആണെങ്കിൽ ടേയുടെ അടുത്ത് ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല, ഇതിങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഓഫീസിൽ ടേയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ജാമിയും സണ്ണിയും സിഇഒയും കൂടെ ഒരു കേക്കൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ മെഴുതിരിയെ കത്തിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഇരിക്കുന്നതാണ്. പക്ഷേ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ടേയും ലീയും കൂടെ കയറി വരാണ്. അങ്ങനെ സർപ്രൈസ് പൊളിയുന്നുണ്ട്. ആ ടൈമിന് സണ്ണി ആണെങ്കിൽ സർപ്രൈസ് എന്തായാലും പൊളിഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് സ്ഥിരം ഇങ്ങനെ തന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ല ആരെങ്കിലും അവനെ നോക്കണമെന്ന്, അവനിപ്പോൾ നമ്മളെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കയറി വന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ലീ ആണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ജോബ് ഓഫർ വന്നായിരുന്നു. അത് ഇങ്ങനൊരു വെബ്ടൂൺ കമ്പനി ആയിരുന്നു, ഒരു റൈറ്ററായിട്ടാണ്. പക്ഷേ അവർ ആ ഒരു വർക്കിന് എബ്രോഡ് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ജോബ് വേണ്ടാന്ന് വെച്ചു എന്ന് പറയാണ്. ഇത് കേട്ട് ജാമി സണ്ണി സിഇഒയും കൂടെ നല്ലൊരു ഓഫർ ആയിരുന്നില്ലേ, പൊക്കൂടായിരുന്നോ, അത് വേണ്ടാന്ന് വെച്ചാൽ വിഷമമില്ലേ, ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ ലീ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, പക്ഷേ അതേ കമ്പനിക്കാർ ഇന്നലെ വിളിച്ചിട്ട് നമ്മളിപ്പോൾ റിലീസാക്കിയ നമ്മുടെ ഗെയിം വെബ്ടൂണായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ സിഇഒ എല്ലാവരും നമുക്കത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ടൈം കണ്ടെത്തി അതൊക്കെ സെറ്റാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലീ ആണെങ്കിൽ എങ്കിൽ ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ അടുത്ത് അറിയിക്കാമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ദിവസം ലീ ആണെങ്കിൽ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. ആ ടൈമിൽ ടീ അങ്ങോട്ടേക്ക് വന്നിട്ട് എഴുന്നേക്ക് നിനക്കുള്ള ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക, ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറയാണ്. ആ ടൈമിന് ലീ ആണെങ്കിൽ ഞാൻ എഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോവല്ലേ, എനിക്കൊരു കിസ്സ് തന്നൂടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ കിസ്സൊക്കെ കൊടുത്ത് അവർ 2 മിനിറ്റ് റൊമാൻറ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ ടൈം ആയതുകൊണ്ട് തന്നെ ടേ ആണെങ്കിൽ എങ്കിൽ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ബാഗ് എടുത്ത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ലീ ആണെങ്കിൽ അവനെ പുറകിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ഇന്ന് പോകണ്ടെന്നൊക്കെ റൊമാൻറ്റിക്കായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടേ ശരിക്കും ഞാൻ പോകണ്ടെന്ന് വെച്ചപ്പോൾ ലീ ആണെങ്കിൽ വേണ്ടെന്ന് പറയാണ്. ആ സമയം ടേ ശരിക്കും പോകണ്ടെന്ന് വയ്ക്കുകയാണ്. ആ ടൈമിൽ ലീ ആണെങ്കിൽ വെറുതെ പറഞ്ഞതാ പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേ അവൻ്റെ ജോലിക്ക് പോവാണ്. ലീ ആണെങ്കിൽ അവിടെ വീട്ടിൽ ഇരുന്ന് അവൻ്റെ കമ്പ്യൂട്ടറിൽ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണ്. ആ ഒരു ടൈമിന് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവറായിട്ട് എൻ്റെ ലൈഫ് ഇനി ഒരുപാട് കാലം മുന്നോട്ടേക്ക് പോകാനുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാവും, എന്തുമാത്രം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരിക്കൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. എന്നാൽ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എന്താണോ സ്നേഹിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്നും നിലനിർന്ന് പോവും. ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും ഞാനിനി ഒളിച്ചോടത്തില്ല എന്നും പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡാവാണ്. ഞാൻ ഈ സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ എനിക്ക് ഭയങ്കര ഫീൽ ഗുഡായിട്ട് തോന്നിയൊരു സീരീസ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും, നിങ്ങൾക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടിട്ട് എന്താ തോന്നിയതെന്ന് നിങ്ങൾ പറയണം. ഇത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു സീരീസായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ടൈം എടുത്തിട്ടാണ് സീരീസ് ഇട്ടത്. അതെല്ലാത്തിനും സോറി, കാരണം വീഡിയോ ചെയ്യാൻ തന്നെ കുറച്ച് മടിയുണ്ട് ഇപ്പോൾ. പിന്നെ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഫാമിലിയിലും ഉണ്ട്, അതുകൊണ്ടാണ് ലേറ്റായത്. ഇനി എന്തായാലും വീഡിയോസൊക്കെ പരമാവധി നേരത്തെ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നൊരു